കഴുത്തുളുക്കിന്റെ നാടകം തീർന്നു. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന മന്ത്രിക്കൊപ്പം സെൽഫി എടുത്തിരിക്കുകയാണ് നഴ്സുമാർ. ചിത്രം പുറത്തുവന്നതോടെ സംഭവത്തിൽ വിശദീകരണം തേടിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ്. സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ട് അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. പോലീസ് സുരക്ഷയൊരുക്കിയിട്ടും കഴുത്തുളുക്കിയെന്നാണ് പറയുന്നത്. KSU പ്രവർത്തകർ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പോലും ലഭ്യമായിട്ടില്ല. ഇപ്പോൾ നഴ്സുമാരുമായി സംസ്ഥാനത്തെ ഒരു മന്ത്രി ചട്ടം ലംഘിച്ച് സെൽഫിക്ക് നിന്നുകൊടുക്കാൻ പാടില്ലായിരുന്നു. ഇവിടെ ആശുപത്രിയിൽ നഴ്സുമാർ ചട്ടം ലംഘിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം. ICUവിൽ രോഗിക്കൊപ്പം ഫോട്ടോ എടുക്കരുതെന്നാണ് ചട്ടം. ഈ ചട്ടം ലംഘിച്ചതിനാൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. മന്ത്രിക്കൊപ്പം ഫോട്ടോ എടുത്ത നഴ്സ് സംഭവത്തിൽ പറഞ്ഞതെന്തെന്ന് നോക്കാം. ആരോഗ്യ പ്രവർത്തക ഫേസ്ബുക്കിലൂടെയാണ് വിശദീകരണം നൽകിയത്. മന്ത്രിയെ ആദ്യ ദിവസം മുതൽ പരിചരിച്ചിരുന്ന നഴ്സുമാർ എന്ന നിലയിൽ മന്ത്രിയും തങ്ങളുമായി ഒരു അടുപ്പമുണ്ടായെന്നും ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ മന്ത്രി സമ്മതം മൂളിയെന്നുമാണ് സ്മിത പറയുന്നത്. ആരോഗ്യമന്ത്രി ICU ദുരുപയോഗം ചെയ്യുകയാണെന്ന് KSU വിമർശനവും ഉയർത്തുന്നുണ്ട്. മന്ത്രിക്കൊപ്പം നഴ്സുമാർ ഫോട്ടോഷൂട്ട് നടത്തുന്നുവെന്നും KSU പറയുന്നു. ഫോട്ടോ എടുത്തത് മന്ത്രിയുടെ വിഷമം മാറ്റാനാണെന്നാണ് നഴ്സ് സ്മിത പറയുന്നത്. മന്ത്രി എന്നതിനപ്പുറം സഹോദര തുല്യമായാണ് ഞങ്ങളോട് ഇടപെട്ടത്. ഞങ്ങൾക്കും കുറഞ്ഞ മണിക്കൂറിനുള്ളിൽ മിനിസ്റ്ററിനോട് വലിയ അടുപ്പമുണ്ടായി എന്നതുകൊണ്ട് ഫോട്ടോ എടുത്തതാണെന്നും നേഴ്സ് വിശദീകരിക്കുന്നുണ്ട്. സഹിക്കാനാവാത്ത വേദനയുണ്ടെന്ന് പറഞ്ഞ മന്ത്രിയാണ് നേഴ്സിനൊപ്പം ചിരിക്കുന്ന ഫോട്ടോയുമായി ICUവിൽ ചിൽ ചെയ്യുന്നത്. മന്ത്രി ഗുരുതരമായ ശാരീരിക അവസ്ഥയിലാണെന്ന റിപ്പോർട്ടുകൾ വരുന്നതിനിടെ ഇത്തരത്തിൽ സെൽഫി എടുത്തത് അനാവശ്യമാണെന്നാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന വിമർശനം. എന്നാൽ ഈ വിമർശനങ്ങളെ സ്മിത തള്ളുകയാണ്. മന്ത്രിയുമായി തനിക്ക് വർഷങ്ങളായുള്ള ബന്ധമുണ്ടെന്നും അവർക്ക് നൽകുന്ന ഒരു സ്നേഹ സമ്മാനമായിട്ടാണ് ഫോട്ടോ എടുത്തതെന്നും സ്മിത വിശദീകരിക്കുന്നുണ്ട്. നേഴ്സിന്റെ സെൽഫി വിശദീകരണം ഇങ്ങനെയാണ്: ഞങ്ങൾ ICUവിലെ സിസ്റ്റേഴ്സ് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് മിനിസ്റ്ററോട് ചോദിക്കുന്നു. മിനിസ്റ്റർ ആകട്ടെ എന്ന് പറയുകയും മിനിസ്റ്റർ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ വേദന, ശരീരത്തിന്റെ ക്ഷതം ഇവയൊക്കെ നേരിൽ കാണുന്ന ഞങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുകയുമായിരുന്നു. മിനിസ്റ്ററെ ചേർത്ത് പിടിച്ചൊരു ഫോട്ടോ എടുത്തതായിരുന്നുവെന്നും സ്മിത പറയുന്നുണ്ട്. മന്ത്രിയോടുള്ള നഴ്സിന്റെ കെയറിംഗ് ആരുടെയും കരളലിയിച്ച് കളയുമെന്ന് പറയാതെ വയ്യ. നിലവിൽ മന്ത്രി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ട സാഹചര്യത്തിലാണെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാകും മന്ത്രിയുടെ തുടർ ചികിത്സ ഇനി നടക്കുക. ഒരു ദിവസം കൊണ്ട് എല്ലാ വേദനയും പമ്പ കടന്നു കാണുമായിരിക്കും. ഇനി ആശുപത്രി വിട്ട് വീൽചെയറിൽ കടന്നു വരുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളുടെ ഉടനെ കാണാനുമാകും. പ്രശ്നമില്ലാതെ എന്തു പറയാൻ? മന്ത്രിയെ പരിഹസിച്ച് പല ട്രോളുകളും ഇറങ്ങിക്കഴിഞ്ഞു. ഒന്നാളാവാൻ പ്ലാസ്റ്ററൊക്കെ ഇട്ട് അവശത അനുഭവിച്ച മന്ത്രിയുടെ നിസ്സഹായാവസ്ഥ ആരും അറിയാതെ പോകരുത്.